ഇതിനു വേണ്ടി നമുക്ക് ഒരു പാത്രം മൈദ എടുക്കാം. മൈദ എടുത്തതിന് ശേഷം മൈദയിൽ നമുക്ക് ഇനി ഇടാനുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാര 1 ടീസ്പൂൺ പഞ്ചസാര ഇടുക. പഞ്ചസാര കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, നല്ലോണം കൂടി പോകരുത്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പും ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട 2 ആവട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു മുട്ട ഒഴിക്കുന്നുള്ളൂ. അങ്ങനെ മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ വേണ്ടത് വെള്ളമാണ്. നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൽ പറ്റ അങ്ങ് നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാൻ എടുക്കണം മൈദ പോലെ ആക്കരുത്. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം കുഴക്കുക. അങ്ങ് കുഴച്ചതിന് ശേഷം നമുക്ക് ഇത് രണ്ടും എല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് നിലത്തിടാം. നിലത്തിട്ടിട്ട് ഒന്നുകൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു റൗണ്ടാക്കി എടുക്കണം. അതിന് കുറേ നേരം പണിയെടുക്കണം. അങ്ങനെ അതിൻ്റെ ശേഷം നമുക്ക് ഇനി വേണ്ടത് 1 ടീസ്പൂൺ നെയ്യ് എടുത്തൊരു പാത്രത്തേക്ക് ഇടുക. ആ പാത്രത്തിൽ തന്നെ നല്ല സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് അതിൽ കുറച്ച് ഒഴിക്കുക. അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ കൂട്ടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് എവിടെയൊക്കെ കയ്യെത്തുന്നു ആ ഭാഗത്തേക്കൊക്കെ ഈ നെയ്യും ഓയിലും എടുത്തങ്ങ് പുരത്തി നല്ല റൗണ്ട് ബോളാക്കിയിട്ട് ഒരു ഓരത്തേക്ക് നമുക്ക് മാറ്റി വെക്കുക. ഇനി ആ ഓരത്തേക്ക് മാറ്റി വെച്ചിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാക്കിയിട്ട് പിന്നെ ഈ വട്ടത്തിൻ്റെ ഉള്ളിൽ എവിടേക്കൊക്കെ എത്തുമോ അവിടേക്കൊക്കെ നമുക്കിത് എത്തിക്കണം. ഇതിൻ്റെ മുമ്പിലും ബാക്കിലും സൈഡിലും എല്ലായിടത്തും നമുക്ക് ഈ ഓയിലും നെയ്യും മിക്സ് ചെയ്ത സംഭവം തേച്ചിട്ട് ഇനി ഇത് ഒരു തുണി കൊണ്ടാട്ടോ മൂടിയേക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ തൽക്കാലം തുണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പാത്രം കൊണ്ട് തന്നെ മൂടിയേക്കാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നല്ല നൈസായിട്ടുള്ള ഒരു ബോളായിരിക്കും. ഇതിന്മേന്ന് വീണ്ടും കൈയെടുക്കാൻ തോന്നാത്ത രീതിക്കുള്ള സംഭവം ആയിട്ടുണ്ടാകും. എല്ലാവർക്കും അത് തൊട്ട് നോക്കുമ്പോൾ റിയാക്ട് ചെയ്യും. അതിൻ്റെ ശേഷം നമുക്കൊരു കത്തി എടുക്കുക. കത്തി എടുത്തതിന് ശേഷം നമുക്കിതൊരു 4 പീസാക്കിയിട്ടാണ് മുറിക്കേണ്ടത്. ഈ 4 പീസാക്കി മുറിക്കിയതിന് ശേഷം നമുക്ക് ഇതും വീണ്ടും ഒരു ബൗളാക്കണം. അതായത് ചെറിയ ചെറിയ ബൗൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ബൗളാക്കണം. ആ ബൗൾ ഉണ്ടാക്കുന്ന രീതിയാണ് ആദ്യം കുറച്ച് വലുപ്പത്തിൽ മാവ് അതിൽ നിന്ന് പറിച്ചെടുക്കുക. പറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കൈ റൗണ്ടിൽ പിടിച്ചതിന് ശേഷം അതിങ്ങനെ അടിയിൽ നിന്ന് മുകളിലോട്ട് തള്ളി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബൗളായി കിട്ടും. അങ്ങനെ ആ ബൗൾ മുഴുവൻ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് പൂട്ടിയേക്കുക. പൂട്ടിയേക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് ഓയിലും എണ്ണയും നമ്മൾ നേരത്തെ തേച്ചത് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറക്കുക. അപ്പോൾ നമുക്ക് ആ ബോളൊന്ന് നല്ല സ്മൂത്തായിട്ട് ലഭിക്കും. അങ്ങനെ ഒന്നുകൂടി അതൊന്ന് പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ മെയിൻ ഐറ്റമാണ് പൊറോട്ട അടിക്കുക. അടിക്കാനൊന്നും അറിയില്ലെങ്കിലും പരമാവധി നല്ല രീതിക്ക് നമുക്ക് അടിച്ചു നോക്കാം. അങ്ങനെ ഈ പൊറോട്ട മുഴുവനും നമുക്ക് അടിക്കണം. അടിയും തലീക്കെട്ടൊക്കെ കെട്ടി വെച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടി നേരത്തെ കാട്ടിയ പോലെ ആ ഓയിലും നെയ്യും ഒന്നുകൂടി ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ശേഷം നല്ല വെള്ള തുണി എടുക്കുക. വെള്ള തുണിയാവണമെന്നല്ല കേട്ടോ, നല്ലൊരു തുണി ആയാൽ മതി. ആ തുണി എടുത്ത് ഇതൊന്ന് പൂട്ടിയേക്കുക.
ഇതൊരു അരമണിക്കൂർ ഇവിടെ നിന്നോണ്ടേ ഈ രസം കൂടാനാട്ടോ ഇങ്ങനെ സമയം എടുക്കണേ. അങ്ങനെ അത് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പരത്താൻ തുടങ്ങാം. അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് പരത്തി ഇവിടെ ചട്ടി ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ എണ്ണയും തേച്ചിട്ട് നമുക്ക് ഇനി പൊറാട്ട കൊണ്ടുവന്നിടാം. ചുടാൻ നമുക്ക് ഒരാളെ കിട്ടിയത് കൊണ്ട് നമ്മൾ ഇനി പരത്തി കൊടുത്താൽ മതി. ചുടുന്ന കാര്യം മൂപ്പരെ ഇട്ടോളും. ഇനി കരിഞ്ഞു പോയാലും മൂപ്പരെ പറയരുത് എന്നാണ് മൂപ്പര് പറഞ്ഞത്. അങ്ങനത്തെ ഒരാളാണ് ചുടാൻ നിർത്തിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളും കൂടി കണ്ടോളി മൂപ്പരെ. ഇയാളാണ് ചുടുന്ന ആൾ. എന്താന്നാവും ചട്ടിയിൽ നിന്നൊക്കെ പുക വരുന്നുണ്ട്. അപ്പോൾ പൊറാട്ട റെഡി ആയിക്കണം. ഇനി പൊറാട്ട നമുക്ക് തിന്ന് നോക്കാം. കുഴപ്പമൊന്നുമില്ല, പൊറാട്ട എന്ന് പറയാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഫുഡ് വീഡിയോ നമ്മുടെ ടെക് ചാനലിൽ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.